നാസർ കൊളായി ഒരു മൃതദേഹത്തോട് അനാദരവ് കാട്ടുന്നു, അതും ഈ നാടിന് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തി ജീവൻ പൊലിഞ്ഞ ഒരു മനുഷ്യനോട്. മാത്രമല്ല അദ്ദേഹത്തിനുള്ള തെരച്ചിൽ നടത്തിയതിൽ പോലും വലിയ അനാസ്ഥ ഉണ്ടായി. അവിടെ നിന്നുള്ള CPIM നേതാക്കൾ പ്രകാശ് മാസ്റ്റർ അടക്കമുള്ളവർ ഇത് ചൂണ്ടിക്കാണിച്ചതാണ്, ഈ അനാസ്ഥകൾ സർക്കാരിൻ്റേത്. ഇപ്പോൾ ഒരു കൊടിയ അനാദരവ് കൂട്ടിക്കാട്ടിച്ചിരിക്കുന്നു. നിയമലംഘനമാണത്. ഒരു ചെറിയ പ്രളയ സമാനമായ സാഹചര്യം വന്നപ്പോൾ ഈ സർക്കാർ ആടി വീഴുന്നു, ആടി ഉലയുന്നു. ഇതൊന്നും നിയന്ത്രിക്കാനോ ക്രോഡീകരിക്കാനോ ഉദ്യോഗസ്ഥർ പോലും തലപ്പത്തില്ല എന്ന വാർത്തകളാണ് വരുന്നത്. നാസർ കൊളായി, വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇദ്ദേഹം ഈന്തുള്ളി വാട്ടർ പാർക്കിലെ ഒരു പരിശീലകനായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേരത്തെയൊക്കെ നേതൃത്വം നൽകിയിരുന്ന ആളാണ്. ഇദ്ദേഹത്തിന്റെ ആ രക്ഷാപ്രവർത്തനവും അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ വായിച്ചു. ബെന്നി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഈ വെള്ളത്തിൽ ഉപയോഗിക്കുമ്പോൾ രക്ഷപ്പെടാനുള്ള രക്ഷാപ്രവർത്തനത്തിനുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ബെന്നി എന്ന് പറയുന്ന മറ്റൊരാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്ത് അയാളെ കരയിലെത്തിച്ച് വരുന്നതിനിടയിലാണ് ഈ രാജേഷിന്റെ മരണം ഉണ്ടായിട്ടുള്ളത്. അത്തരം ഒരു ധീരമായ പ്രവർത്തനം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ബോഡി തിരയുന്നതിന് പോലും വലിയ അനാസ്ഥയുണ്ടായി. ഉത്തരവാദിത്തപ്പെട്ട ആരോ ഞങ്ങൾക്ക് ഇങ്ങനത്തെ രക്ഷാപ്രവർത്തകരുടെ കാര്യത്തിൽ സർക്കാരിന് ഉത്തരവാദിത്തം ഇല്ല എന്നുള്ള രൂപത്തിലൊക്കെയുള്ള ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇതിന്റെ ഇടയിൽ വരികയുണ്ടായി. വലിയ പ്രതിഷേധം ആ ഭാഗത്തുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം കിട്ടുന്നത്. സ്വാഭാവികമായി വെള്ളത്തിൽ കിടക്കുമ്പോൾ മൃതശരീരം ചീഞ്ഞളിയുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അത് കഴിഞ്ഞ് പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ മൃതശരീരം കൊണ്ടുവരുമ്പോൾ അത് എംബാം ചെയ്യണം. ഇവിടെ അജിൻഷാ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടതാണ്. വളരെ ദൂരം യാത്ര ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിന് 2 കുട്ടികളാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ആ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ മൃതശരീരം കേടുവരാതെ സൂക്ഷിക്കുക എന്നുള്ളത് പ്രാഥമികമായി സർക്കാരിന്റെ കടമയാണ്. അതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഫ്രീസർ ഇല്ല, അതിന് പകരം മറ്റ് വണ്ടി വിളിക്കുന്നതിന് ഫണ്ടില്ല എന്നൊക്കെയുള്ള രൂപത്തിലുള്ള മറുപടിയാണ് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ബന്ധുക്കൾക്ക് അവിടെ നിന്ന് കിട്ടിയത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഏതായാലും അവിടുന്ന് പുറപ്പെട്ടിട്ടാണ് ചാവക്കാട് വെച്ച് കൂടെയുള്ള ആംബുലൻസിൽ, ഇതിൽ യാത്ര ചെയ്ത ആംബുലൻസിലെ ആളുകൾക്ക് പോലും ആ മൃതശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന ഒരു അന്തരീക്ഷം വരുമ്പോൾ ചാവക്കാട് നിന്ന് മൃതശരീരം മാറ്റിക്കയറ്റേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഇത്തരം ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഈ നാട് ഭരിക്കുന്ന സർക്കാർ എവിടെയാണുള്ളത്? രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം നിർവഹിച്ച ഒരു മനുഷ്യൻ സ്വന്തം ജീവൻ പോലും പ്രണവൽക്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് ഒരു നാട് കാണിക്കേണ്ടുന്ന, ഒരു സർക്കാർ കാണിക്കേണ്ടുന്ന ഉത്തരവാദിത്തമുണ്ട്. സാന്ദർഭികമായി പറയാണ് അജിൻഷാദ്, ഞാൻ 1982 ജൂലൈ മാസം 15-ാം തീയതിയാണ് എന്റെ വീടിനടുത്തുള്ള തെയ്യത്തും കടവിലെ ഒരു തോണി അപകടത്തിൽ മൊയ്തീൻ എന്ന് പറയുന്ന എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടി, അദ്ദേഹം എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ്, മരണപ്പെട്ടിട്ടുള്ളത്. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയല്ല, അതെ, കഞ്ചനമാലയുടെ പ്രണയവുമായി ബന്ധപ്പെട്ട സിനിമയെല്ലാം. അദ്ദേഹം ഇതുപോലെ, ഞാനിപ്പോ രാജേഷിന്റെ ഈ വാർത്തകൾ വായിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് എന്റെ ഒരു സഹോദരൻ കൂടിയായ മൊയ്തീനെയാണ്. കാരണം അദ്ദേഹവും ഇതുപോലെ ഇരുവഴിഞ്ഞിപ്പയിലെ തെയ്യത്തും കടവിലുണ്ടായ തോണി അപകടത്തിൽ നിരവധി ജീവനുകൾ രക്ഷപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇരുവഴിഞ്ഞിപ്പയുടെ ആഴങ്ങളിലേക്ക് പോയത്. 2 ദിവസം കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം മൊയ്തീന്റെ മൃതശരീരം കിട്ടുമ്പോഴുള്ള അവസ്ഥ ഞങ്ങൾ കണ്ടറിഞ്ഞതാണ്. കാരണം വളരെ പെട്ടെന്ന് ആ മൃതശരീരം മറവ് ചെയ്യേണ്ടി വന്നു. കാരണം അത്രയും ഒരു അവസ്ഥയിലേക്ക് അത് പോയിരുന്നു. അതിന്റെ പിറ്റേ ദിവസമാണ് അവിടെ തന്നെ മരണപ്പെട്ട എന്റെ മറ്റൊരു കസിൻ ബ്രദർ മുസ്തംകുട്ടിയുടെ മൃതശരീരം. അതൊക്കെ മിനിറ്റുകൾക്കകം മറവ് ചെയ്യാനുണ്ടായി. ഞാനിത് ഇപ്പം പറയാനുണ്ടായ കാരണം വെള്ളത്തിൽ കടന്ന് മൃതശരീരങ്ങള് വളരെ പെട്ടെന്ന് ചീഞ്ഞ് അളിയുന്ന ഒരവസ്ഥ. മൊയ്തീനെ പോലെ തന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്റെ ജീവന് പകരം ബെന്നി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി തന്റെ ശരീരത്തിലുണ്ടായിരുന്ന വെള്ളത്തിൽ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അയാൾക്ക് നൽകിയിട്ട് മരണപ്പെട്ടു ഒരു മനുഷ്യൻ. ആ മരിച്ച മനുഷ്യന്റെ കുടുംബത്തിലേക്ക് ആ മൃതശരീരം അവർക്ക് അവസാനമായിട്ടൊന്ന് കാണാൻ, ആ മരിച്ച അതേ രൂപത്തിൽ ആ മൃതശരീരം കാണുക എന്നുള്ളത് ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രശ്നം. എന്താന്ന് വെച്ചാൽ, നമ്മളൊരു മരണത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ മരിച്ച ആളുടെ മൃതശരീരം കാണും. പ്രവാസ ലോകത്തെ അനുഭവത്തിൽ എനിക്കറിയാം, എന്റെ മാതാപിതാക്കൾ മരിച്ചതൊക്കെ ആ സമയത്താണ്. ആ സമയത്ത് പോലും നമുക്ക് മനസ്സിലുണ്ടാവുന്നത് മൃതശരീരം കണ്ടു കഴിയുമ്പോഴാണ് ആ മരണത്തെ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നത്. അവരുടെ കുടുംബം വലിയ പ്രതീക്ഷയില് അവരുടെ അവസാനത്തെ ഒരു കാഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ വീട്ടിനകത്തേക്ക് ഒരു മനുഷ്യന്റെ
ചീഞ്ഞളിഞ്ഞ മൃതശരീരം കൊണ്ടുപോകേണ്ട ഒരു ഗതികേടിലേക്ക് ഈ നടത്തിയോ ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ എന്ത് ഉത്തരവാദിത്തമാണ്? അവിടെയൊക്കെ ഇടിച്ചു കയറി അനുശോചനം അറിയിക്കാനൊക്കെ മുഖ്യമന്ത്രി മറ്റുള്ളവരും വന്നിരുന്നല്ലോ. എന്നാൽ ഇങ്ങനെ ഒരു ജീവരക്ഷാ പ്രവർത്തനം നടത്തിയ ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി മരിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ മൃതശരീരം കൊണ്ടുവരുമ്പോ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ തിരിഞ്ഞു നോക്കാൻ ആളില്ല. അജിംഷാദെ, ഇതിലൊന്നും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരില്ല, ഫണ്ടില്ല, മന്ത്രിമാരും എം എൽ എമാർക്കും ഒക്കെ എന്താ പണി? ഇതിന്റെ കൂടെ സത്യത്തിൽ എവിടെ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന്റെ ഒരു പ്രതീതി അദ്ദേഹത്തിന്റെ മൃതശരീരത്തെ അനുഗമിക്കേണ്ടിയിരുന്നു എന്ന് എന്റെ അഭിപ്രായം. കാരണം ജീവൻ രക്ഷാ പ്രവർത്തനത്തിനിടയിൽ മരണപ്പെട്ടത് ആരോടാ നമ്മളിത് പറയുന്നത്? ഏത് ഗവൺമെന്റിനോടാ പറയുന്നത്? ഈ നാട്ടിൽ മനുഷ്യർ മരിച്ചു വീഴുമ്പോ ആകാശത്തിലൂടെ ഹെലികോപ്റ്ററിലൂടെ യാത്ര നടത്തി സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോ ഞാൻ പട്ടിണി കിടക്കണമായിരുന്നോ? മുൻ മുഖ്യമന്ത്രി അങ്ങനെ പട്ടിണി കിടന്നിരുന്നോ എന്നാ ചോദിച്ചത്. നമുക്കറിയാം, ഇപ്പൊ ചെങ്ങന്നൂരിലാണ് നമുക്ക് വലിയ അനുഭവം വരുന്നത്. ചെങ്ങന്നൂരിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചാനൽ പ്രവർത്തകർ ചോദിക്കാൻ പോയപ്പോ ഇത് ചെങ്ങന്നൂരാണ് എന്ന് പറയുന്ന ഭരണകക്ഷി എം എൽ എ നാട്ടിലാണ്. ആ ചെങ്ങന്നൂരിലാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഒരു ഹെലികോപ്റ്റർ വരാൻ വൈകി. 2018 പ്രളയകാലത്ത് അന്വേഷിച്ച് നോക്കുമ്പോ ഒരു തഹസിൽദാർ വരാൻ വൈകിയത് കൊണ്ടാണ് അത് കോർഡിനേറ്റ് ചെയ്യാതെ ഈ ഹെലികോപ്റ്റർ വരാൻ വൈകിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് വിളിച്ചപ്പോൾ തഹസിൽദാർ പറഞ്ഞത് ഞാൻ 12 മണിക്കാണ് രാത്രി പോയി കിടന്നിറങ്ങിയത്, അതുകൊണ്ടാണ് വരാൻ വൈകിയത്. അതിന് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഞാൻ രാത്രി 3 മണിക്കാണ് വീട്ടിൽ പോയി കിടന്നിറങ്ങിയത്, ഞാൻ 6 മണിക്ക് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഉറക്കമില്ലാതെ ഈ നാടിന്റെ ഓരോ സ്പന്ദനങ്ങളെയും നിരീക്ഷിച്ചിരുന്നു. ചാനലുകളിൽ വന്ന് മനുഷ്യർക്ക് ഭയപ്പെടേണ്ട, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുക മാത്രമല്ല, നേരിട്ട് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത ഒരു ഭരണാധികാരിയുടെ നാട്ടിൽ നിന്നാണ് നമ്മളിപ്പോ ഈ നെറികെട്ട ഈ കാലഘട്ടത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് സംഭവിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും സാംസ്കാരിക കേരളത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം. ഒരു ജീവരക്ഷാ പ്രവർത്തനം നടത്തിയ മനുഷ്യന്റെ മൃതശരീരം കൊണ്ടുവരുമ്പോൾ ഒരു ഉത്തരവാദിത്വം നാട്ടിലെ സർക്കാരിന് വേണ്ടേ? എന്നിട്ട് വഴിയിൽ വെച്ച് കൊണ്ടുവരുന്ന ആംബുലൻസിന്റെ ഡ്രൈവർമാർ ആ മൃതശരീരത്തിൽ നിന്ന് ദുർഗന്ധം വലിക്കുന്നുണ്ട് സഹിക്കാൻ പറ്റാതെ മറ്റൊരു ആംബുലൻസ് വിളിച്ചു. അവർക്ക് കിട്ടിയല്ലോ, വഴിയിൽ വെച്ചിട്ട് ഫ്രീസറിൽ ആംബുലൻസ് കിട്ടിയല്ലോ, ഫ്രീസർ സംവിധാനം കിട്ടിയല്ലോ. എംബാം ചെയ്ത് ഫ്രീസറിൽ കൊണ്ടുവരുന്ന ഒരു മൃതശരീരത്തോട് ഒരു സർക്കാർ സംവിധാനം എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കണ്ടേ? ജീവൻ രക്ഷാ പ്രവർത്തനത്തിനിടയിൽ അദ്ദേഹം മരിച്ചത്. അത്ര ദൂരമാണ് സഞ്ചരിക്കുന്നത്. അല്ലാതെ അമ്മായിയപ്പനെ കാണാൻ പോയപ്പോ മരിച്ചതല്ല, അല്ല കുടുംബകാര്യത്തിന് പോയപ്പോ സംഭവിച്ചതല്ല, അപരനെ രക്ഷിക്കാൻ പോയപ്പോൾ സംഭവിച്ചതാണ്. അപരനെ രക്ഷിക്കാൻ ശരിക്കും അയാൾ രക്തസാക്ഷിയാണ്. അതെ, രക്തസാക്ഷി വീഴുന്നവൻ ആരാണോ അവനാണ് രക്തസാക്ഷി. നമ്മൾ ചൊല്ലിപ്പടിച്ച ഗാനങ്ങള്. അവരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ദാനം നൽകി. അയാൾക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു, രാജേഷിന് വേണമെങ്കിൽ ഈ ബെന്നി എന്ന് പറയുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്താതെ രാജേഷിനെ രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കി ബെന്നിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്റെ രക്ഷാ കവചങ്ങൾ ഊരി ബെന്നിക്ക് കൊടുത്ത് ധീരമരണം പ്രാപിച്ച ഒരു മനുഷ്യൻ. അക്ഷരാർത്ഥത്തില് അയാൾ ഒരു രക്തസാക്ഷിയാണ്. ഈ നാടിന് വേണ്ടി, അന്യന് വേണ്ടി രക്തസാക്ഷിയായ മനുഷ്യനോട് ഈ നാട് കാണിച്ച അനാദരവാണ്, ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റ് കാണിച്ച അനാദരവാണ്. തീർച്ചയായും സാംസ്കാരിക കേരളത്തിന് വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഇപ്പൊ നടന്നിട്ടുള്ളത്. അതെ, അവനവന് വേണ്ടി അല്ലാതെ അപരന് വേണ്ടി ജീവൻ ത്യജിച്ചവനാണ്. അവനോടാണ് ഈ നാട് ഭരിക്കുന്നവർ ഈ ക്രൂരത കാട്ടിയത്. രാജേഷിനോട് കാട്ടിയ അനാദരവിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നാസർ കൊളായി അടക്കമുള്ള പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇത് പറയുന്നത് ആ നാടിൻ്റെ പരിച്ഛേദമായി ഉയരുന്ന പ്രതിഷേധത്തിൻ്റെ പ്രതിധ്വനികൾ കൂടിയാണ്.